ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച. മർക്കോസ് 6:17 മുതൽ 29 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ രക്തസാക്ഷിത്വ തിരുനാൾ ആഘോഷിക്കുന്നു. യോഹന്നാൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത സത്യം പറഞ്ഞതിൻ്റെ അനന്തരഫലമാണ്. പ്രത്യേകിച്ച് ഹെറോദസ് രാജാവിൻ്റെ നിയമവിരുദ്ധമായ വിവാഹത്തെക്കുറിച്ച് ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ ആത്യന്തിക സാക്ഷ്യത്തിന് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ഉദാഹരണമാണ്. ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു രാജാവിന് ഒരു മാന്ത്രിക മോതിരം ഉണ്ടായിരുന്നു. ഈ മോതിരം മറ്റു മോതിരങ്ങളെപ്പോലെ തന്നെ ആയിരുന്നെങ്കിലും ഇതിന് ചില സ്വാധീന ശക്തികളുണ്ടായിരുന്നു. എന്തെങ്കിലും ദുഷ്ടചിന്ത ആ മോതിരം ധരിച്ച ആളുടെ മനസ്സിൽ കടന്നു വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്യാൻ അവൻ പ്രലോഭിക്കപ്പെടുമ്പോഴോ ഈ മോതിരം വിരലിൽ വേദനാജനകമായി അമർത്തപ്പെടും. ഇത് താൻ തെറ്റായ പാതയിലാണെന്ന് മനസ്സിലാക്കാൻ ഇടയാക്കുകയും അപകടത്തിൻ്റെ വഴികളെക്കുറിച്ച് പെട്ടെന്ന് ബോധവാനാക്കുകയും ചെയ്യും. ഹെറോദസ് രാജാവിന് അത്തരമൊരു മോതിരം ഉണ്ടായിരുന്നെങ്കിൽ ഹെറോദസിൻ്റെ വ്യർത്ഥമായ വാഗ്ദാനവും തുടർന്ന് തൻ്റെ മുഖം നഷ്ടപ്പെടുമെന്നുള്ള ഭയവും അവനെ കൊലപാതകത്തിലേക്ക് നയിച്ചു. കാമം, ധാർമ്മിക ബലഹീനത എന്നിവ എങ്ങനെ ഒരാളുടെ കൃപയെ കെടുത്തിക്കളയുമെന്നും ഭയാനകമായ പ്രവൃത്തികളിലേക്ക് അയാളെ നയിക്കുമെന്നും ഇത് കാണിക്കുന്നു. സ്വന്തം മനസാക്ഷിയെ പരിശോധിക്കാനും ദൈവഹിതവുമായി അതിനെ പൊരുത്തപ്പെടുത്താനും ശ്രമിക്കാനുള്ള ഒരു ആഹ്വാനമായി ഈ കഥയെ നമുക്ക് കാണാം. ഒരുപക്ഷെ നമ്മളിൽ പലരും, പ്രത്യേകിച്ച് പാപത്തിൻ്റെ ചെളിയിലേക്ക് നാം എളുപ്പത്തിൽ വഴുതി വീഴാനിടയുള്ളതിനാൽ നമുക്കും അത്തരമൊരു മാന്ത്രിക മോതിരം സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചേക്കാം. നമ്മളെ വേദനാജനകമായി കുത്തി നോവിപ്പിക്കുന്ന ഒരു മോതിരം, അങ്ങനെ നമ്മൾ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും പാപത്തിൻ്റെ മുൾപാതകളിൽ ചവിട്ടി മെതിക്കുന്നത് തടയുന്നതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി പ്രവർത്തിക്കുകയും ചെയ്യും ഈ മോതിരം. വാസ്തവത്തിൽ നമ്മളെല്ലാവരും മനോഹരമായി ഈ മോതിരത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും അലങ്കരിക്കപ്പെട്ടവരുമാണെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം. അല്ലെങ്കിൽ നമ്മളിൽ പലർക്കും അതുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കാം. ഒരുപക്ഷെ നമ്മൾ അതിൻ്റെ സാന്നിധ്യം മറന്നിരിക്കാം. ഈ മോതിരം മറ്റൊന്നുമല്ല, അത് നമ്മുടെ മനസ്സാക്ഷിയാണ്. മനസ്സാക്ഷിയുടെ ശബ്ദം അതിൻ്റെ സമയോചിതമായ മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും നൽകി നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അതോ നമ്മുടെ നിരന്തരമായ തിരസ്കരണവും അതിൻ്റെ ശാന്തവും സൗമ്യവുമായ ശബ്ദത്തെ ഇടയ്ക്കിടെ നിരാകരിക്കലും മൂലം മനസ്സാക്ഷിയെക്കുറിച്ചുള്ള അവബോധം നമുക്ക് നഷ്ടപ്പെട്ടോ? സ്നാപക യോഹന്നാൻ ഹെറോദസ് രാജാവിൻ്റെ മരിച്ചുപോയ മനസ്സാക്ഷിയുടെ ഇരയായിത്തീർന്നു. കത്തോലിക്ക സഭ മനസ്സാക്ഷിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇതാണ്: മനുഷ്യൻ തൻ്റെ മനസ്സാക്ഷിയുടെ ആഴങ്ങളിൽ സ്വയം അടിച്ചേൽപ്പിക്കാത്ത,
മറിച്ച് അനുസരണത്തെ നിലനിർത്തുന്ന ഒരു നിയമം കണ്ടെത്തുന്നു. എപ്പോഴും നന്മയെ സ്നേഹിക്കാനും തിന്മയെ ഒഴിവാക്കാനും ഒരാളെ ആഹ്വാനം ചെയ്യുമ്പോൾ ആവശ്യമുള്ളപ്പോൾ മനസാക്ഷിയുടെ ശബ്ദം അവൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്നു. ഇന്നത് ചെയ്യുക, ഇന്നത് ഒഴിവാക്കുക. പ്രിയപ്പെട്ടവരെ, മനസാക്ഷിയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും രഹസ്യ കേന്ദ്രവും സങ്കേതവും. അവിടെ അവൻ ദൈവത്തോടൊപ്പം മാത്രമേ ഉള്ളൂ. അവൻ്റെ ശബ്ദം അവൻ്റെ ഹൃദയത്തിൽ ആഴങ്ങളിൽ പ്രതിധ്വനിക്കും. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ഹൈദരാബാദ്.